Hello guys, welcome back to Shini's kitchen. അപ്പോൾ ഇന്നിരിക്കുന്ന റെസിപ്പി കൊറോണ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പുതിനയിലയാണ്. പിന്നെ 3 പച്ചമുളകും മല്ലിയിലയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പുതിനയിലയും പച്ചമുളകും മല്ലിയിലയും ഫസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ക്രഷ് ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം. കണ്ടല്ലോ, നല്ല പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് സ്ലൈസ് ചെയ്തിരിക്കുന്ന 3 മീഡിയം സൈസുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ടി വരും. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ പേസ്റ്റ് ആക്കിയുള്ള ആ ഒരു സംഭവം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ ഞാനാണെങ്കിലും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ആ ഒരു ചിക്കനിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഈ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ബോൾ എടുത്തതിന് ശേഷം കുറച്ചൊന്ന് മൈദമാവ് ഒന്ന് തൂളിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് മൈദമാവ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ഒരു ഫില്ലിങ്ങിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ 4 ഭാഗവും ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഇത് മടക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഇതുപോലെ കുറച്ചൊന്ന് മാവൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ പോലെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു കൊറോണ ചിക്കൻ ഇവിടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊറോണ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കൊറോണയുടെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊറോണ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.